ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ്. ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇന്നത്തെ ചട്ടിപ്പത്തിരി റെഡിയാക്കുന്നത്. അപ്പം അതിനു മുമ്പ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ തരാൻ വേണ്ടി ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ചട്ടിപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പത്തിരിയല്ല ഇവിടെ ചുട്ടെടുക്കാൻ പോകുന്നത്, ചപ്പാത്തിയാണ്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയൊക്കെ അല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയതിൻ്റെയോ വൈകുന്നേരത്തേതിൻ്റെയോ ഒക്കെ അധികം വന്നാലും നമുക്കത് വെച്ചിട്ട് ഈസി ആയിട്ട് റെഡിയാക്കാം. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തി ഇവിടെ ചുട്ടെടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് എത്ര ഒരു ലെയർ വേണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചപ്പാത്തിയുടെ എണ്ണവും കൂട്ടാനായിട്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ കാണിക്കാം. ഓണിയൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും പിന്നെ ഗ്രീൻ ചില്ലിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കനും ഇവിടെ കട്ട് ചെയ്തെല്ലാം ക്ലീൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 എഗ്ഗും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ കാണിക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലകളും കൂടി വേണം. അപ്പം ഞാൻ ഗരം മസാല എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, പെപ്പർ പൗഡർ, ടെർമറിക് പൗഡർ, പിന്നാണെങ്കിൽ കുറച്ച് ചിക്കൻ മസാല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിന് വേണ്ടത്. പിന്നെ കുറച്ച് ഓയിലും ഉപ്പും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ചട്ടിപ്പത്തിരിയൊക്കെ നമ്മുടെ മലയാളികളുടെ കേരളീയരുടെ ഫുഡായതുകൊണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ഗീ ഉപയോഗിക്കേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചോപ്പ് ചെയ്തിരുന്ന ഓണിയനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പൂടൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. പുള്ളിക്കാരി അത് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അല്ലാതെ പത്തിരി ഒന്നും ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചപ്പാത്തി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന. അപ്പം ഞാനിനി ആ മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നല്ലതുപോലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാം ഒരു കുറഞ്ഞ അളവിൽ എടുത്തേച്ചാൽ മതി. എല്ലാം ഒരു 2 ടീസ്പൂണൊക്കെ വെച്ചിട്ട് മതി. നമുക്ക് കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് മസാലകളുടെയൊക്കെ അളവ് കൂടെ കൂട്ടുക. കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഞാനിതൊന്ന് അടച്ച് വയ്ക്കട്ടെ. ആ ചിക്കൻ ഒന്ന് കുക്കാകാനുള്ള ടൈമിനെയും എടുക്കുമല്ലോ. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൂടെ ഒന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടും. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് എളുപ്പം കുക്കാവും. അപ്പോൾ ഇത് കുക്കായി കിട്ടിക്കഴിഞ്ഞു, കണ്ടില്ലേ. അപ്പോൾ അതിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ അതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കങ്ങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്തു വെച്ചിരുന്ന എഗ്ഗ് ഉണ്ടല്ലോ, അതൊരു ബൗളിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. എല്ലാത്തിലും നമ്മൾ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. ഇനി കുറച്ച് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മളൊരു പാൻ ഇനി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എഗ്ഗ് ഒഴിച്ച് കൊടുക്കാം. ഈ സമയം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടേക്കണം. എന്നിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ ചപ്പാത്തി വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് നമ്മുടെ മസാലകളൂടെ വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും ചട്ടിപ്പത്തിരി ഇങ്ങനെയല്ല ചെയ്യുന്നത്.
അത് നമ്മൾ പത്തിരിയൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ വേറൊരു രീതിയിലാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കുക്കിങ്ങിൽ പ്രത്യേകിച്ചൊരു റൂൾസ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു. ഇങ്ങനെ നമുക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് ലാസ്റ്റ് ലെയറും കൂടി ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന നമ്മുടെ എഗ്ഗിനകത്തിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി നമുക്കിതിൻ്റെ മുകളിലേക്ക് മൊത്തമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 6-7 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു സൈഡ് കുക്കായി കിട്ടും. അപ്പം ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മറിച്ചിടണം. അതിനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പാടാ, അയ്യോ, എനിക്ക് കുറച്ചൊന്ന് കൈ തെറ്റിപ്പോയി. ക്യാമറയിലോട്ട് നോക്കാനും എടുക്കാനും ഒക്കെ പോയപ്പം ജസ്റ്റ് കുറച്ചൊന്ന് താഴെ പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ആയി കിട്ടി. നമ്മുടെ വടക്കൻ കേരളത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ളതാണ് പത്തിരി. പല ടൈപ്പ് പത്തിരികളുണ്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ളത് ട്രൈ ചെയ്തൊക്കെ പഠിക്കാം അല്ലേ. അപ്പം ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒരു 6-7 മിനിറ്റിനുള്ളിൽ തന്നെ രണ്ട് സൈഡും ഒരുപോലെ കുക്കായി കിട്ടും. അപ്പോൾ ഇതിനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. രണ്ട് സൈഡും ഒരുപോലെ കുക്കായി കിട്ടി. നമുക്കൊരു 4 മണി സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു കോഫിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ട് നമ്മുടെ രാവിലത്തെ അധികം വരുന്ന ചപ്പാത്തി വെച്ചിട്ട് നമുക്കൊരു പത്തിരി ആക്കി എടുക്കാൻ പറ്റും. ഇപ്പം ചിക്കൻ ആണെങ്കിൽ നമ്മൾ കറിയിൽ നിന്ന് പീസുകൾ എടുത്താലും മതി, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അടിപൊളി പത്തിരി അല്ലേ. അപ്പം നമ്മുടെ പത്തിരി നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വടക്കൻ കേരളത്തിലുള്ളവർക്കൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ആ പത്തിരി അങ്ങോട്ട് അത്ര ഇതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചപ്പാത്തി വെച്ചിട്ട് റെഡിയാക്കി നോക്കിയത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ ഇനി. അപ്പോൾ എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ലെയറായിട്ടൊക്കെ, ഇപ്പോൾ ഒരു 3 എണ്ണം വെച്ചതുകൊണ്ടാണ് ഇത്രയും ഒരു ഇതുള്ളത്. കണ്ടില്ലേ. അപ്പം അടിപൊളി നമ്മുടെ ചട്ടിപ്പത്തിരി റെഡിയാക്കി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.